ഹായ്, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. അപ്പോൾ ഇന്ന് ഞാൻ ജെമിനൈക്ക് വേണ്ടിയിട്ട് ബോണസ് റീഡിംഗ് ആണ് ചെയ്യാൻ പോണത്. ജെമിനൈക്കാണ് ഏറ്റവും കൂടുതൽ ബോണസിൻ്റെ മെസ്സേജസ് വന്നത്. അതുകൊണ്ട് ജെമിനൈ, താങ്ക് യു സോ മച്ച് നിങ്ങളുടെ ലൈക്സ്, നിങ്ങളുടെ കമൻസിന് വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊരു സ്പെഷ്യൽ ബോണസ് റീഡിംഗ് ഞാൻ ചെയ്യണു. നമ്മൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ അടുത്തത് എന്താ വരാൻ പോണെന്ന് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? ജെമിനൈയുടെ ഓവറോൾ എനർജി 9 ഓഫ് സോഡ്സ്. എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഉടനെ വരാൻ പോണ എനർജീസ് എന്താണ്? 5 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. സിക്സ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. എംപ്രസ് എനർജി ഉണ്ട്. അപ്പോൾ ജെമിനൈ, ഇവിടെ ഞാൻ കാണുന്നത് 9 ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഓവറോൾ എനർജിയിൽ ഞാൻ കാണുന്നത് കുറേ സ്ട്രെസ്സാണ്. നിങ്ങളുടെ മനസ്സിൽ എന്തോ ഉണ്ട് പറഞ്ഞാൽ നിങ്ങൾക്കത് മറക്കാൻ പറ്റുന്നില്ല. ഇതൊരു പേഴ്സണെ കുറിച്ചായിരിക്കാം, ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കാം, ജോലിയുടെ കാര്യത്തിലാവാം സ്ട്രെസ് ഉള്ളത്. എന്തായാലും ഉറക്കമില്ല രാത്രി, ഒരു പീസ്ഫുള്ളായി ഒരു മനസ്സല്ല നിങ്ങളുടെ. അപ്പോൾ കുറേ ആങ്സൈറ്റി ഉണ്ട്, കുറേ ഡിപ്രഷൻ്റെ എനർജി ഉണ്ട്. ഇവിടെ ഞാൻ കാണുന്നത് 10 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇത് ജോലിയുടെ കാര്യത്തിലാവാം, പൈസയുടെ കാര്യത്തിലാവാം, ഫാമിലി ഇഷ്യൂസ് ആവാം. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ കുറേ അബണ്ടൻസ് വരാൻ പോകുന്നുണ്ട്. അതാണ് ഞാൻ കാണുന്നത്. 3 ഓഫ് വാൻഡ്സ് ഉണ്ട്. യൂണിവേഴ്സ് ആക്ച്വലി ഇവിടെ പറയണത് നിങ്ങളോട്, നിങ്ങൾ എന്താ എക്സ്പെക്റ്റ് ചെയ്യണം വെച്ചാൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് പക്ഷേ ഉടനെ ഉണ്ടാവാൻ പോകുന്നുണ്ട്, അത്ര സമയം എടുക്കില്ല. നിങ്ങൾ കുറേ സ്ട്രെസ് എടുക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. എന്താ വെച്ചാൽ നിങ്ങൾ എന്തോ എക്സ്പെക്റ്റ് ചെയ്യണു, അത് ഉണ്ടാവാൻ പോകുന്നുണ്ട്, അത് വരാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് നിങ്ങൾ പേഷ്യൻ്റായി വെയിറ്റ് ചെയ്താൽ അത് ആ ശരിയായ സമയത്ത് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഓവറോൾ മെസ്സേജ്. ഓക്കെ, നിങ്ങൾക്ക് സ്ട്രെസ്സ് നിങ്ങൾ എടുക്കേണ്ട വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. 5 ഓഫ് കപ്സ്, നിങ്ങളിവിടെ എന്തോ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഒരു വിഷമമുള്ളത് നിങ്ങളുടെ മനസ്സിൽ. പാസ്റ്റിൽ എന്തോ മിസ് ഔട്ടായിപ്പോയി, പാസ്റ്റിലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായി, അതെനിക്ക് കിട്ടിയില്ല. ഏതൊരു പേഴ്സണെ നിങ്ങൾ മിസ് ചെയ്യായിരിക്കും. നിങ്ങളുടെ പാസ്റ്റിൻ്റെ പേഴ്സൺ ആവാം, ഈ പേഴ്സൺ തിരിച്ചു വരുമോ? അപ്പോൾ അങ്ങനെയൊക്കെ കുറേ വിഷമങ്ങൾ നിങ്ങൾ പാസ്റ്റിൻ്റെ എനർജിയിൽ തന്നെയാണ് ഇരിക്കണത്. പറഞ്ഞാൽ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. പക്ഷേ ആദ്യം ഇവിടെ ഹീലിംഗിൻ്റെ എനർജി ഉണ്ട്, സ്റ്റാർ എനർജി, ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് എനർജിയാണ്. അപ്പോൾ ഈ പാസ്റ്റിൻ്റെ കാര്യം നിങ്ങൾ വിചാരിക്കണത് അത് ആ സിറ്റുവേഷൻ കഴിഞ്ഞു, ഇപ്പോൾ ആ സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ തിരിച്ചു വരില്ല, ആ പേഴ്സൺ എൻ്റെ ലൈഫിൽ തിരിച്ചു വരില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. വെച്ചാൽ യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ എന്തോ ഒരു വിഷ് നിങ്ങളുടെ ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ അതൊരു ഗുഡ് ന്യൂസാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി പോസിറ്റീവായി ചിന്തിക്കുക. ഇവിടെ 7 ഓഫ് വാൻഡ്സ്, ചില ബ്ലോക്സ് ഉണ്ട്, അതുകൊണ്ടാണ് ഇത് ഉടനെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാത്തത്, അതുകൊണ്ടാണ് ഇത് ഉടനെ നിങ്ങളുടെ ലൈഫിൽ വരാത്തത്. പക്ഷേ ഇത് വരും. ഓക്കെ, ഞാൻ പറഞ്ഞ മാതിരി എല്ലാവർക്കും ഒരുമിച്ച് ഒരു സമയത്ത് തന്നെ അല്ല വരിക. എല്ലാവരുടെയും ടൈമിംഗ്, യൂണിവേഴ്സിൻ്റെ ടൈമിംഗ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ശരിയായ സമയത്ത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണ കാര്യം നിങ്ങൾക്ക് വരും, അതുണ്ടാവും. അപ്പോൾ ഡിസപ്പോയിൻ്റ് ആവരുത്. ഇവിടെ ഞാൻ കാണുന്നത് 6 ഓഫ് പെൻറ്റിക്കിൾസ്. ഞാൻ പറഞ്ഞ മാതിരി അൺഎക്സ്പെക്റ്റഡ് ആരോ ഒരു ഹെൽപ്പ് ചെയ്യണ എനർജി ഇവിടെ ഉണ്ട്. നിങ്ങൾ ഒട്ടും ഇത് എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു കാര്യമാണ്. ആരോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണു ഇവിടെ. അപ്പോൾ എന്താണ് ഈ 6 ഓഫ് പെൻറ്റിക്കിൾസ്? അപ്പോൾ ഇതൊരു ഫിനാൻഷ്യൽ ഹെൽപ്പ് ആവാം, അതല്ല വെച്ചാൽ ഏതോ ഒരു പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണു, നിങ്ങളുടെ പാസ്റ്റിൻ്റെ പേഴ്സൺ. അല്ല വെച്ചാൽ നിങ്ങൾ വിചാരിച്ച പോലെ പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചത് ഈ പേഴ്സൺ ഒട്ടും നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. പക്ഷേ ഈ പേഴ്സൺ സഡൻലി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണു, അങ്ങനെയും ആവാം. 6 ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ. അപ്പം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് ഇല്ല വെച്ചാൽ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് വെച്ചാൽ ആ സമയം ഇപ്പോൾ തീർന്നു. ഇപ്പോൾ നിങ്ങൾ വരാൻ പോണ സമയം കുറേ ഒരു സ്റ്റേബിൾ സമയമാണ്. അപ്പോൾ ഏതോ ഒരു പേഴ്സൺ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരണു.
ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ വരായിരിക്കും. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസയുടെ കാര്യത്തിൽ ഹെൽപ്പ് ആയിരിക്കാം. അതല്ല വെച്ചാൽ ഇമോഷണലി ഹെൽപ്പ് തരാൻ വേണ്ടിയിട്ട് ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഫോർ സോൾസ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയണത് എന്താ വെച്ചാൽ ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കുറേ നെഗറ്റീവായി ചിന്തിക്കണു, കുറേ നിങ്ങൾക്ക് വിഷമമുണ്ട്, കുറേ എന്താ ഒരു ഹോപ്പ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് വെച്ചാൽ ഹീൽ ചെയ്യുക, റെസ്റ്റ് ചെയ്യുക. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യണ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ആവണം. നിങ്ങൾ നെഗറ്റീവായി ചിന്തിച്ചാൽ അത് വരില്ല, ബ്ലോക്ക് ആവും. ഞാൻ കാണുന്നത് ഫ്യൂച്ചറിൽ എംപ്രസ് എനർജി, ഇത് ഏറ്റവും കൂടുതലൊരു എന്താ പറയുക ഒരു നല്ല അബണ്ടൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ പോണത് ഈ എനർജിയിലേക്കാണ്. ഓക്കെ, എംപ്രസ് ഫെർട്ടിലിറ്റിയുടെ എനർജിയാണ്, ഗ്രോത്തിൻ്റെ എനർജിയാണ്, പ്രഗ്നൻസിയുടെ എനർജിയുമാണ്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ പ്രഗ്നൻ്റ് ആവാൻ കുറേ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾ എവിടെയോ ഗിവ് അപ്പ് ചെയ്യാൻ തുടങ്ങിയിരിക്കണോ, എനിക്ക് ഇത് ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷേ ഇത് ഫോർ സോൾസ് റെസ്റ്റും ഹീലിംഗിൻ്റെ എനർജിയാണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആരോ ഒരു ഹെൽപ്പ്, ഏതോ തരത്തിൽ നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട മാതിരി ഒരു ഗുഡ് ന്യൂസ്, ഒരു പോസിറ്റീവ് ഔട്ട്കം നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ എംപ്രസ് എനർജിയിൽ 3 ഓഫ് സോഡ്സ് ഉണ്ട്. 3 ഓഫ് സോഡ്സ് ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജിയാണ്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ ആ സിറ്റുവേഷനെ നിങ്ങൾ ഇപ്പോൾ അതിനെ ക്ലോസ് ഔട്ട് ചെയ്തിട്ട് മുമ്പോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയണത്. എന്താ വെച്ചാൽ ആ വിഷമം കൊണ്ട് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഏതോ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഹാപ്പി അല്ല ഒട്ടും, പക്ഷേ അതിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു എഫേർട്ട് ഇടാൻ, എനർജി ഇടാൻ. പക്ഷേ ആ സിറ്റുവേഷൻ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ക്ലോസ് ഔട്ടായി. ഹെർമിറ്റ് എനർജി ഒരു ഐസൊലേഷൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ ഹാർട്ട് ബ്രേക്ക് കഴിഞ്ഞ ഉടനെ നിങ്ങളൊരു ഐസൊലേറ്റഡ് എനർജിയിലാണ്. പക്ഷേ ഇവിടെ ഞാൻ കാണുന്നത് ഈ ഐസൊലേഷൻ എന്താ വെച്ചാൽ കുറേ ഒരു തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് ഉണ്ടാവും. ഈ സിറ്റുവേഷൻ റൊമാൻറ്റിക് സിറ്റുവേഷൻ ആയിരുന്നു വെച്ചാൽ ഇതൊരു കാഷ്വൽ റിലേഷൻഷിപ്പ് ആയിരുന്നു. ഒരു പേഴ്സൺ ഇവിടെ ഒരു കാഷ്വൽ ആയിട്ടായിരുന്നു നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. ക്വീൻ ഓഫ് വാൻസ് ഇവിടെ ഞാൻ കാണുന്നത് ഒരു ഫയർ സൈൻ ആണ്, ഏരീസ് ലിയോ സാജിറ്റേറിയസ്. മേ ബി നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ ഒരു ഏരീസ് ലിയോ സാജിറ്റേറിയസ് ആയിരിക്കാം. ആ പേഴ്സൻ്റെ കൂടെ ഈ സിറ്റുവേഷനിൽ ഒരു പ്രോഗ്രസ്സും ഉണ്ടാവുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ഒരു ഡിസപ്പോയിൻറ്റഡ് എനർജിയിൽ. പക്ഷേ ഞാൻ കാണുന്നത് ഒരു പുതിയ ബിഗിനിങ് ആണ് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരണ എനർജിയാണ്, പക്ഷെ അവർ മാപ്പ് ചോദിക്കാൻ വരണു. ചിലവർ ഇവിടെ ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് ഒരു പുതിയ റിലേഷൻഷിപ്പ് വേണം എന്ന് നിങ്ങളെ മെസ്സേജ് ചെയ്യണു. അതല്ല വെച്ചാൽ ഇതൊരു പുതിയ പേഴ്സണും ആവാം. നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണ ഒരു പുതിയ പേഴ്സൺ ആവാം. ഞാൻ കാണുന്നത് കുറേ ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. നിങ്ങളൊരു പോപ്പുലർ എനർജിയിലാണ്. അപ്പോൾ കുറേ അറ്റൻഷൻ ഉണ്ട് നിങ്ങളുടെ മുകളിൽ. ഓക്കെ, കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് ഞാൻ കാണുന്നത് ഫൈനലി ലവേഴ്സ് എനർജി നിങ്ങളുടെ തന്നെ എനർജിയാണ്, ജെമിനൈ എനർജി. നിങ്ങളുടെ ട്രൂ സോൾമേറ്റിനെയാണ് മീറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ലൈഫിൽ കുറേ അബണ്ടൻസ് വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മുമ്പേ നിങ്ങൾക്ക് ഏതൊരു പാസ്റ്റ് എനർജീനെ ലെറ്റ് ഗോ ചെയ്യാനാണ് പറയണത്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ എന്താ വെച്ചാൽ അത് ഒരിക്കലും നിങ്ങളെ മിസ് ചെയ്യില്ല. ഈ പേഴ്സൺ, പാസ്റ്റിൻ്റെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാനുള്ള ഡെസ്റ്റിനി അതുണ്ട് വെച്ചാൽ ആ പേഴ്സൺ തിരിച്ചു വരും. എന്താ വെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് പേജ് ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ പേജ് ഓഫ് കപ്സിൻ്റെ 2-3 ഇൻറ്റർപ്രിട്ടേഷൻസ് ഉണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞ മാതിരി ഒരു മാപ്പ് ചോദിക്കാൻ ഒരു പേഴ്സൺ പാസ്റ്റിന് വരണു. മറ്റേ ഇൻറ്റർപ്രിട്ടേഷൻ എന്താ വെച്ചാൽ ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരണു. അപ്പോൾ ഇതും രണ്ടും ആവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ ഡെസ്റ്റിനിയിലല്ല വെച്ചാൽ അതുമാതിരി ഞാനൊരു പുതിയ തുടക്കം കാണുന്നുണ്ട്. ലവേഴ്സ് എനർജി ഒരു ചോയ്സിൻ്റെ എനർജിയാണ്, പക്ഷെ ജെമിനൈ എനർജിയാണ്. നിങ്ങൾ മുമ്പോട്ടേക്ക് പോകണു. കുറേ എന്താ പറയുക സക്സസ് ഉണ്ട്, കുറേ ഒരു ഫോർവേഡ് മൂവ്മെൻറ്റ് എനർജിയാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ജെമിനൈ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബോണസ് റീഡിങ്. ഇവിടെ ഞാൻ സയൻസ് കാണുന്നത് ക്യാൻസർ ഉണ്ട്, ജെമിനൈ ഉണ്ട്, ലീബ്ര ഉണ്ട്, ടോറസ് ഉണ്ട്, ആൻഡ് കുറച്ച് ചില ഫയർ സൈൻസും ഉണ്ട്. ഓക്കെ, ലിയോ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിവിടെ കാണുന്നത് സൈൻസ്. അക്വേറിയസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.